ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വിൽവയിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഏത് പ്രോഡക്റ്റിൻ്റെയാണ് വേണേ എന്നുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഞാൻ വിൽവയിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്ട്സ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി, ഒരു സെരം വാങ്ങാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പക്ഷെ കാർട്ടിൽ ആഡ് ചെയ്ത് വന്നപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ആയിപ്പോയി. ഇത് എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6 പ്രോഡക്ട്സ് ഉണ്ട്. ഇങ്ങനെ ഒരു ബോക്സ് പാക്കേജിങ് കേട്ടോ അവർ തന്നേക്കുന്ന. നല്ലൊരു പാക്കേജിങ് ആയിരുന്നു. ഇതിനകത്തൊരു ബ്രൗൺ കവറൊക്കെ ഇട്ട് ബില്ലൊക്കെ അവർ ഇതിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കൂപ്പൺ കോഡുണ്ട്. എന്ത് വരുന്നത്? വിൽവ 15% ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു കൂപ്പൺ കോഡൊക്കെ അവർ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് ഇതൊക്കെ പൊട്ടിച്ച് ഉപയോഗിച്ച് നോക്കാമെന്ന്. അപ്പം നമുക്ക് ഓരോരോ പ്രോഡക്റ്റ്സ് ആയിട്ട് കാണാവേ. ഇത് ലാസ്റ്റ് എടുക്കാം. ഈ ഒരു സംഭവം ഞാൻ കാണിച്ചത്. ഇത് വിൽവയുടെ മിൽക്ക് പൗഡർ ഫേസ് വാഷ് ആണേ. കേട്ടോ, ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ലിക്വിഡ് ഫേസ് വാഷ് ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളത്, ലിക്വിഡ് ടൈപ്പ്. ഇത് ശരിക്കും പൗഡർ ടൈപ്പ് ഫേസ് വാഷ്. അപ്പോൾ ഞാനിതിൻ്റെ റിവ്യൂ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ആയിരുന്നു ഇതിൻ്റെ. ഇത് ഇത്രയുള്ളൊരു പാൽക്കുപ്പി പോലെ ഉണ്ട് സാധനം കാണാല്ലേ. ഇതിനകത്ത് ബ്രൈറ്റനിങ് എഫക്ട്സ്, ഫോമിങ് അങ്ങനെയൊക്കെ ഉണ്ട്. റൈസ് മിൽക്കിൻ്റെ ആണ്, റൈസ് മിൽക്കിൻ്റെ ഫേസ് പൗഡറാ. ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട്. അപ്പം ആ സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഫേസ് പൗഡർ ആണിട്ടത്. ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തു. ജസ്റ്റ് ഈ സാധനം വന്നപ്പോഴത്തേക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എങ്ങനെയാണെന്ന് കാണാനായിട്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവും. എന്നിട്ട് നമ്മളിങ്ങനെ തട്ടുമ്പോൾ ഇങ്ങനെ കണ്ടു പൗഡറി ടെക്സ്ചറാണ്. സാധാരണ നമ്മൾ പൗഡർ ഇല്ലേ അതുപോലെ ഇരിക്കും. എന്നിട്ട് നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലാദർ ചെയ്തിട്ട് ഫേസിൽ തേച്ചത്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരുപാട് പതയായിട്ട് വരുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ നല്ലൊരു ഫേസ്, നമ്മുടെ ഫേസൊക്കെ ഭയങ്കര സോഫ്റ്റ് ആക്കും. ഒരു കുഞ്ഞി പാക്കേജ്, നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഈ സംഭവം. അപ്പം ഞാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ടും ഭയങ്കര ക്യൂട്ട് പാക്കേജിങ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ഇതാ ഞാൻ വെച്ചാൽ ആദ്യം കാണിച്ചു തരാമെന്ന്. ഈ സാധനങ്ങളുടെയൊക്കെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല സംഭവമായിരുന്നു. ഞാൻ യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി താഴെ. അപ്പം ഞാനത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് മിൽക്ക് മഡ് മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സെറം, ഞാൻ നേരത്തെ പറഞ്ഞ സെറം വാങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നോക്കിയപ്പം കോംബോ ആയിട്ട് ഇന്ന സാധനം ആഡ് ചെയ്താൽ ഇത്ര കിട്ടും, അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്താൽ കുറച്ചുകൂടെ കുറയും എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് ആഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറേ സാധനം കിട്ടും. പക്ഷെ ഇതൊക്കെ നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇത് ഓട്ട് മിൽക്ക് എക്സ്ട്രാക്റ്റും സാഫ്രോണും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡീടാൻ മാസ്ക് ആണേ. അത് ഞാൻ എൻ്റെ ടെക്സ്ചർ കാണിച്ചു. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ മാസ്ക് ഇങ്ങനെ നോർമൽ നമ്മൾ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യില്ലേ അതുപോലെ. ഇതാണ് അതിൻ്റെ പാക്കേജ്. കുഞ്ഞി സാധനമാണെങ്കിലും പക്ഷെ നിറയെ കണ്ടിട്ടുണ്ട്. ഇത് എത്ര റേറ്റ്? ഇതിനകത്തുള്ള സാധനങ്ങൾ ഓട്ട് മിൽക്ക് എക്സ്ട്രാക്ട്, സാഫ്രോൺ എക്സ്ട്രാക്റ്റും കൗലിൻ ക്ലേ എന്ന് പറയുന്ന സംഭവം. ഇതെന്ന് വെച്ചാൽ ഈ ഓട്ട് മീലും ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഭയങ്കര മോയ്സ്ചറൈസ് ആക്കും. അതുപോലെ ക്ലേയുടെ സംഭവമാണെങ്കിൽ ഈ ഓയിലില്ലേ, ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിലൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. തുറക്ക് അയ്യോ. ഇതാണ് അതിൻ്റെ ടെക്സ്ചർ. ഒരു ക്ലേ പോലെയൊക്കെ ഇല്ലേ, അതിൻ്റെ കളറൊക്കെ തന്നെ. പക്ഷെ ഇത് നല്ല രസമുണ്ട്. അയ്യോ, കുറച്ച് ചാടിപ്പോയി, ശരിയില്ല. നമുക്ക് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ഇതാണ്
നമ്മൾ വാങ്ങിച്ച അടുത്ത പ്രോഡക്റ്റ്. ഇത് ഡീടാൻ ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മൾ ടാൻ റിമൂവലൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഡ്രൈ സ്കിന്നിൽ ഇതിട്ടിട്ട് ഒരു 10 to 15 minutes വെയിറ്റ് ചെയ്യാനാണ് ഇവർ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം. അങ്ങനെയല്ലേ? വാഷ് ഓഫ് ചെയ്ത് കളയാം. ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. അപ്പം നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് കാണിക്കാം. ഇതെല്ലാം ഒരു മറ്റേ മിൽക്കിൻ്റെ റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഞാനെല്ലാം വാങ്ങിച്ചത്. ഇതെല്ലാം ഞാൻ സ്വന്തമായി കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അവരുടെ പ്രൊമോഷനൊന്നും അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വാങ്ങിച്ചതാണേ. ഇതൊന്നും പൊട്ടിക്കണമായിരുന്നല്ലോ ഇതിൻ്റെ. ഇവിടെ കിട്ടി. ഇതെന്ത് സാധനമാണ്? ഇത് ബോഡി പോളിഷ് ആണേ. ബോഡി പോളിഷ് ഇതിനകത്ത് ആൽമണ്ടിന്റെ മിക്സ്ഡ് മിൽക്ക് എക്സ്ട്രാക്റ്റും കോഫിയും കൂടി ചേർന്ന്. കോഫി ഭയങ്കര ബോഡിയിലെ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇതെന്തത് പൊട്ടാത്ത. ഓക്കെ, ഇതിനകത്ത് അവർ പറഞ്ഞേക്കുന്നത് ഡാം സ്കിന്നിനകത്ത് നമ്മളിത് അപ്ലൈ ചെയ്യണം. എന്നിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യണം. അതായത് ജെന്റ്ലി മസാജ്, ഒരു സർക്കുലർ മോഷനിൽ മസാജ് കൊടുക്കുക. പിന്നെ ഒരു 2-3 minutes അതൊന്ന് സെറ്റ് ആവാൻ വിട്ടിട്ട് വാഷ് ചെയ്ത് കളയാം. അങ്ങനെയാണ് ഇതിൻ്റെത്. ഇതിൻ്റെ ഇത് ഇത്രയും വലിയ സാധനമാണ് കേട്ടോ. ഇത്രയും വലിയൊരു ബോട്ടിലാണ്. ഇതിൻ്റെ നല്ല മണമുണ്ട്. ഇത് ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതെല്ലാം കൂടി ഈ ഒരു സൈഡിലോട്ട് മൂവ് ചെയ്ത് വന്നിരിക്കുന്നു കേട്ടോ. ഇതിനകത്ത് കോഫിയുടെയും ഈ മിൽക്ക് എക്സ്ട്രാക്റ്റിൻ്റെ സംഭവത്തിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മണമാണേ. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് വെച്ച് ചാടി വരുന്നു പുറത്തോട്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചത്. ഇതൊക്കെ ഞാൻ ശരിക്കും വാങ്ങണമെന്ന് വിചാരിച്ച സാധനമല്ല. പിന്നെ ഇത് കണ്ടപ്പം എല്ലാം ഒരു ഡീറ്റാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നിച്ച് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ റിവ്യൂ ഒന്ന് നോക്കി ഇടിച്ച് ഇത് ഞാൻ റിവ്യൂന്ന് നോക്കിയിട്ടല്ല വാങ്ങിച്ചത്. ജസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ ഈ മിൽക്കിൻ്റെതും കോഫിയുടെയും സംഭവം ആയതുകൊണ്ട് ഒരു നല്ലൊരു ബോഡി പോളിഷ് ആയിരിക്കും വിചാരിച്ചിട്ട് വാങ്ങിച്ചത്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് റിവ്യൂസ് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. അടുത്തത് ഫേഷ്യൽ ടോണറാണേ. ഫേഷ്യൽ ടോണർ അതും ഇതെല്ലാം മിൽക്കിൻ്റെ റേഞ്ചാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് റൈസ് മിൽക്കാണ്. റൈസ് മിൽക്കും ഗ്ലൈക്കോളിക് ആസിഡും കൂടി ചേർന്നിട്ടുള്ള സംഭവം. ഇത് നമ്മുടെ പോറ് മിനിമൈസും ചെയ്യും, നല്ലൊരു ഹൈഡ്രേഷൻ എഫക്റ്റും ആയിരിക്കും കേട്ടോ. ഞാൻ മുന്നേ ഈ ടോണർ യൂസ് ചെയ്യുമായിരുന്നു. വെച്ചാൽ ഗിൽവേയുടെ അല്ല, വേറൊരു ബ്രാൻഡിൻ്റെ റൈസ് വാട്ടറിൻ്റെ ടോണറാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പ്ലമ്മിൻ്റെ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം റൈസ് വാട്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നല്ലൊരു സംഭവമാണല്ലോ. അതെ, എനിക്കിങ്ങനെ ഒഴിച്ചത് ഇങ്ങനെ ചെയ്യേണ്ടത് എനിക്ക് ഇത്ര താല്പര്യം. ഇത് നമ്മൾ സ്പ്രേ ടൈപ്പ് ആകുമ്പോൾ എനിക്കിങ്ങനെ എടുക്കുക, ഇങ്ങനെ അടിക്കുക. കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ഇതുപോലെ ഉണ്ട്. പിന്നെ റൈസ് വാട്ടർ എന്ന് പറയുമ്പോൾ കഞ്ഞിവെള്ളം തന്നെ കഴിക്കില്ല ഞങ്ങൾ. പക്ഷെ നല്ലൊരു എനിക്ക് തോന്നുന്നു ഇതിന് നമുക്ക് ഈ നമുക്ക് വേണമെങ്കിലേ സെറ്റിംഗ് സ്പ്രേ ആയിട്ടൊക്കെ ഒരു സംഭവം പോലൊരു എഫക്റ്റ് ഉണ്ട്. ഇങ്ങനെ അങ്ങനെയിരിക്കും. ഓക്കെ, അപ്പം ഇതിനകത്ത് റൈസ് വാട്ടറും ഗ്ലൈക്കോളിക് ആസിഡും എർത്ത് മറൈൻ വാട്ടറും അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൂടുതലായിട്ട് എനിക്ക് അറിഞ്ഞാത്തതുകൊണ്ട് ഞാൻ ചെയ്തത്. ഇത് മറ്റേ ഡൾ സ്കിന്നൊക്കെ കുറച്ചൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടേ യൂസ് ചെയ്യുന്ന ഒരു സംഭവം. ടോണർ നമ്മൾ ക്ലെൻസ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുന്നതാണ്. CTM റുട്ടീനകത്ത് ടോണറാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ട് എൻ്റെ മറ്റേ ടോണർ തീർന്നു. അപ്പം ഞാൻ വെച്ച് വിൽവേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇനി 2 പ്രോഡക്റ്റ്സും കൂടെ ഉള്ളൂ. മെയിൻ പ്രോഡക്റ്റ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ച ഈ പ്രോഡക്റ്റ് ലാസ്റ്റ് കാണിച്ചു തരാം. ഇനിയിപ്പം വാങ്ങിച്ചത് ബോഡി ലോഷൻ. ഒരു പാൽക്കുപ്പിയുടെയൊക്കെ ഒരു
ഇതില്ലേ മറ്റേ എന്തിൻ്റെ ആയിരുന്നു, ഒരു ജ്യൂസൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ബോട്ടിലിൽ, അങ്ങനത്തെ ഒരു സംഭവം. ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ അടിപൊളിയായിട്ട്, ഇവരുടെ പാക്കേജിങ് സൂപ്പർ. എല്ലാം ഭയങ്കര ലീക്കൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടി അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ റിവ്യൂ ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാവരും പറഞ്ഞ ഭയങ്കര മോയ്സ്ചറൈസിങ് സംഭവമാണ്. എൻ്റെ ഇത് ഫേസ് ഓയിൽ ആണെങ്കിലും ബോഡിയിൽ ഇത് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാൻ കുറച്ച് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ട് എനിക്ക് പ്രയോജനമുള്ളൂ. അപ്പം ഞാൻ വെച്ചു ഇതിൻ്റെ പൊട്ടാത്ത ഭയങ്കര കട്ടി പാക്കേജിങ് ആക്കി പിടിച്ചു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിങ് സാധനം വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് ഒരു സാധനമുണ്ട്. ഇത് ഇങ്ങനെ ക്രീം പോലെ ഇരിക്കുന്നത് ഉണ്ടോ, നല്ല ഇങ്ങനെ സ്റ്റിക്കി ഒന്നുമില്ല, വാട്ടറി കൺസിസ്റ്റൻസിയാണ്. ചില ക്രീമൊക്കെ ഭയങ്കര ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ലേ, ഇത് പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഞാനിപ്പോൾ ഇതാ പൊട്ടിച്ചിപ്പോൾ യൂസ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. ഇത് പക്ഷെ പെട്ടെന്ന് ഇതാ അബ്സോർബ് ആയി പോകുന്നുണ്ട്. കണ്ട ആ ഒരു ഓയിലി സ്റ്റിക്കി അങ്ങനത്തെ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. എന്ന് വെച്ചാൽ മണമാണെങ്കിലും കുത്തിക്കയറുന്ന മണമല്ല, നല്ലൊരു മണം അതിൻ്റെ. ഇതിനകത്ത് ഞാൻ എന്തൊക്കെയുണ്ട്, ഇത് ഓട്ട് മിൽക്കിൻ്റെ ആണ് ഈ സംഭവം ഉള്ളത്. പിന്നെ ഇതിൽ അവർ എടുത്ത് പറയുന്നുണ്ട് ഇൻറ്റൻസ് മോയ്സ്ചറൈസർ ആണെന്ന് പറയുന്നുണ്ട്. ഇതൊരു 250 ml ബോട്ടിലാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 650 ആണ്. പക്ഷെ ഞാനിത് ഓഫറിനാണ് വാങ്ങിച്ചത്. ഇടയ്ക്കൊരു ഓഫർ സെയിൽ ഉണ്ടായിരുന്നു, ആ സമയത്താണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പം ഇതാണ് നമ്മുടെ വിൽവയുടെ മിൽക്ക് ബോഡി ലോഷൻ. ഇത് ഇത്രയാണ് മിൽക്കിൻ്റെ റേഞ്ചിൽ വരുന്ന സാധനം. പിന്നെ നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ്, നമ്മുടെ മെയിൻ പ്രോഡക്റ്റ്, അതായത് മിൽക്ക് ഡ്രോപ്പ് സിറം, ബ്രൈറ്റനിങ് സിറം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇത് വാങ്ങാനാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിൽവയിൽ പോയിട്ട് കാർട്ടിൽ ആഡ് ചെയ്ത് തുടങ്ങിയത്. ഇത് ആഡ് ചെയ്ത് ബാക്കിയെല്ലാം കൂടി പാഴായി വന്നതാണ്. ഇത് ശരിക്കും ഭയങ്കര നല്ല റിവ്യൂ ആയിരുന്നു. നല്ലൊരു സിറമാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും റിവ്യൂ ഉണ്ട്. ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യും, വിൽവാസ് റോസ് വാട്ടർ ഫേസ്. ഇതൊരു ബ്രൈറ്റനിങ് സിറം എന്നുള്ള രീതിക്ക് അവർ പറയുന്നത്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് സ്യൂട്ടബിൾ ആണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സെറം നോട്ട് ടെസ്റ്റഡ് ഓൺ ആനിമൽസ്, അപ്പം അതൊക്കെ അവർ പ്രൂവ് ചെയ്യുന്നു, ക്ലെയിം ചെയ്യുന്നുണ്ട്. ഈ സെറം ഒന്ന് പുറത്തെടുക്കണമല്ലോ. അയ്യോ, ഇതിപ്പോൾ ഞാൻ എങ്ങനെ ഇത് പുറത്തെടുക്കുക? എടുത്തെടുത്തു. ഒരു കുഞ്ഞി ബോട്ടിലാണ് ഇത്. ഇത്രയേ ഉള്ളൂ, വിൽവയുടെ കുഞ്ഞി ബോട്ടിലാണ്. ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും, ഹാഷ് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ആക്നെ വന്ന സ്കാർസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫെയ്ഡ് ചെയ്യുന്നു അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഞാൻ റിവ്യൂ ശരിക്കും ഇതിൻ്റെ റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. മിൽക്ക് ഡ്രോപ്സിൻ്റെ കുറേ യൂട്യൂബേഴ്സ് യൂസ് ചെയ്തിട്ട് അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട്. ഇതും ശരിക്കും പറഞ്ഞാൽ മറ്റേ ആ ലോഷൻ പോലെ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. ഇതേ ഇങ്ങനെ ഷൂന്ന് പറഞ്ഞു കഴിയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയ്യിലിട്ടിട്ട് കാണിച്ചു തരാം. ഉണ്ടോ, ഒരു വെള്ളത്തിൻ്റെ പോലൊരു ടെക്സ്ചറാണ്. നമ്മൾ ഡാബ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവുന്നൊരു സംഭവം കേട്ടോ. ഇത് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് മണമൊന്നുമില്ല, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ശരിക്കും നല്ലപോലെ മോയ്സ്ചറൈസ് ആവും തോന്നുന്നു ഈ സിറം. ഈ ആക്നി മാർക്സ് ഒക്കെ ഫെയ്ഡ് ആവുമെന്നുള്ളത് യൂസ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ വാങ്ങിച്ചത് ഇത്രയും പ്രോഡക്ട്സ് ആണ് വിൽവയുടെ. അപ്പം മെയിൻ സാധനം ഇതായിരുന്നു. ഇത് വാങ്ങാൻ വേണ്ടി ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചത്. ഇതെല്ലാം നല്ല ഓഫർ റേറ്റിനുണ്ടായിരുന്നു അവിടെ. ഇതൊക്കെയാണ് ഞാൻ വിൽവയിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്ട്സ്.
അപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏതിൻ്റെങ്കിലും റിവ്യൂ വേണമെങ്കിൽ, ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള എക്സ്പീരിയൻസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഏത് പ്രോഡക്റ്റിൻ്റെ ആണെന്നുള്ളത്. അപ്പം ഞാനത് യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതൊക്കെയാണ് വലിയ ഞാൻ വെച്ച പ്രോഡക്ട്സിൻ്റെ ഒരു കുട്ടി ഹോൾ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നത്തെ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ടാറ്റാ.